അങ്ങനെ പാർട്ട് 1 പറഞ്ഞതുപോലെ ഞങ്ങളിപ്പം മൗണ്ട് കുരുങ്കായി ടു ബറോറ വാക്ക് ചെയ്യുവാണേ. ഇപ്പം ഞങ്ങൾ റിവറിൻ്റെ അടുത്തെത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട്. ഇപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് 3 കിലോമീറ്റർ ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി 6.1 കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഇത് ടോട്ടൽ 9 കിലോമീറ്റർ വാക്കിംഗ് ട്രാക്ക് ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സിംലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. നല്ലൊരു സ്പോട്ട് കിട്ടി. ഇവിടെ നിന്ന് കഴിക്കായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നു. 2 പേരുണ്ട്. 2 പേരെ കണ്ടു. ഇതിൽ എങ്ങനെ ഇറങ്ങിയെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്ന് അതിലേ കൂടെ ഇറങ്ങാൻ തോന്നുന്നു. ഈ വഴി കൂടെ വന്നിട്ട് ഇതിലേ കൂടെ പാടായിരിക്കും. പക്ഷെ കൊള്ളാം. ചീവീടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഗൈസ്? ഈ ഉറുമ്പ് എൻ്റെ ദേഹത്തുനിന്ന് വീണയാണേ. എന്ത് വലുതാ നോക്ക്. ഞങ്ങളിപ്പം ഈ ഒരു പാറയിലിരുന്ന് ഈ വ്യൂവും കണ്ട് കഴിക്കാൻ പോവാണ്. എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഒരയുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്ത കമ്പൊക്കെ കൊണ്ട് ഞങ്ങളാ റിവറിൻ്റെ അടുത്തോട്ട് നടക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്. മതിയല്ലേ? പോകേണ്ട ഷൂസ് മൊത്തം വെള്ളമാവുന്നു. പുതിയ ഷൂ ആണ്. നല്ല കിടിലം ആയിട്ടുണ്ട്. ക്രാബാണത്. എന്ത് ക്രാബോ? കാണീര്. ഈ കുഴി മൊത്തം ക്രാബ്സിന്റെ ആണെന്നാണ് കേട്ടോ പറയുന്നത്. ഉണ്ടായിരുന്നോ? അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ക്രാബ്സിന്. കാരണം ഇതുവരെ നമ്മൾ റെഡ് ക്രാബ് ഉണ്ട്. കണ്ടാ? അതാ കയറിപ്പോയി. ഇതാ വീണ്ടും. നൈസ്. ഒരുപാട് ക്രാബ് ഉണ്ട്. മൊത്തം ക്രാബിന് ഈ കുഴിയെല്ലാം ക്രാബിന്. ഇതൊന്നും ഇതിനെ ഉപദ്രവിക്കാനൊന്നുമില്ലല്ലോ. അതെ. ഇതോ? ഏത്? ഇതല്ലേ? കൊള്ളാം. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ സ്റ്റക്കാണേ. വഴി അറിയുന്നില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളാന്ന് തോന്നുന്നു ആദ്യമേ ഇങ്ങോട്ട് വരുന്നത്. അതായത് ഇന്ന് ആദ്യം ഞങ്ങളാന്ന് തോന്നുന്നു ഇങ്ങോട്ട് വരുന്നത്. കാരണം സ്പൈഡർ വെബൊക്കെ കുരുങ്ങുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. പറ്റൂലല്ലേ? മാപ്പ് ഇടാൻ പറ്റത്തില്ല. മാപ്പ് ഡൗൺലോഡ് ചെയ്തില്ല. ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ അവിടെ തിരിച്ചു പോവും. അതെ, നോക്കാം. അങ്ങോട്ടേക്ക് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഇവിടെ വഴിയുണ്ടോ? എനിക്ക് തോന്നുന്നു ഇങ്ങനെ കയറി പോകാനായിരിക്കും. നോക്കിക്കേ, ഇങ്ങനെ നോ ഐഡിയ. അങ്ങോട്ട് എന്തായാലും വഴിയാണ്. ഇതല്ലേ ഈ വഴി? ഞാൻ ഇതിൻ്റെയൊക്കെ ഈ പാറയുടെ മണ്ടയ്ക്ക് കയറി ഇരിക്കുവാണേ. എന്നിട്ട് ഞാൻ വഴി കണ്ടുപിടിച്ചത് അങ്ങനെ ഒരു വഴിയുണ്ട് കണ്ടോ. അങ്ങോട്ടൊരു വഴിയുണ്ട്. മഴ പെയ്തത് കാരണം റോക്കൊക്കെ തെന്നി കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നടക്കേണ്ടി വന്നത്. ഞങ്ങൾ വഴി കിട്ടിയിട്ടുണ്ട്. ഉണ്ടായിരുന്നു കേട്ടോ വഴി കണ്ടുപിടിക്കുന്നതിൻ്റെ ആ ഒരു വല്ലാത്തൊരു 15 മിനിറ്റ് ഞങ്ങൾ അവിടെ നോക്കി കേട്ടോ. ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ മേളത്തെ പാറ കയറി നോക്കിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ വഴി കാണത്തുകൂടിയില്ലായിരുന്നു. ഭാഗ്യത്തിന് കയറി ഒന്ന് നോക്കി, അല്ലെങ്കിൽ തിരിച്ചു പോയേനെ. പക്ഷെ ഇതുവരെ വന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതെ പോകുന്നത് എങ്ങനെയാ? എനിക്ക് നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും റിസ്ക് പിടിച്ച ഒരു ട്രക്ക് ഇതായിരിക്കും അല്ലേ? ഞാനില്ലായിരുന്നെങ്കിൽ ചേട്ടൻ എന്തോ ചെയ്തേനെ? ഞാൻ ആ പാറപ്പുറത്ത് കയറി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. ആ ഒരു സംഭവല്ലേ.
ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിതേ അവിടെ ഇറങ്ങിയതായിരുന്നു. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നടന്നാൽ മതിയായിരുന്നു നമ്മുടെ ഈ ട്രാക്ക് എത്താൻ. ഈ ബുഷസ് നമുക്ക് നല്ല കൂർത്തതാണ് കേട്ടോ, എന്നെ ഇങ്ങനെ തട്ടുന്നുണ്ട്. ഞങ്ങൾ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രക്കാണിത്. കാരണം ഒന്ന്, ബാക്കിയുള്ളതിലൊക്കെ ഈവൻ ദോ ഇതുപോലത്തെ ചെറിയ ചെറിയ പാത്തായിരുന്നെങ്കിലും ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ ട്രാക്ക് ക്ലിയർ ആയിരുന്നു അത്യാവശ്യം. ഇത് ഒരു മനുഷ്യനെയും കാണുന്നില്ല, പിന്നെ ട്രാക്കും ക്ലിയർ അല്ലായിരുന്നു മൊത്തത്തിൽ. പക്ഷെ കൊള്ളാം. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, വെള്ളമൊക്കെ കൂടെ നന്നായിട്ട് അനങ്ങാൻ തുടങ്ങുന്നത്. എന്തോ പറ്റി? ശാന്തമായിട്ട് കിടന്നിരുന്നതാണല്ലോ. ഓ, അവിടെ ബോട്ട് നിർത്തിയിരിക്കുന്നു, അതുകൊണ്ടായിരിക്കും. നേരത്തെ ഉണ്ടായിരുന്നോ? ഈ ട്രക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും ഞങ്ങൾ ട്രാക്ക് ഒന്നും ക്ലിയർ അല്ലാതെ സ്റ്റക്കായി നിന്നിട്ടുണ്ട്. ഒന്നാമത് മഴ പെയ്തുകൊണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചില സ്ഥലത്ത് വഴിയേ കാണാനുണ്ടായിരുന്നില്ല. ഏത് വഴിയാണെന്ന് തോന്നുന്നു, അതെ ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ പോകേണ്ടുന്നത്. ഇങ്ങനെ പോയി 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 ദേ അവിടെ ഒരു ചെറിയ ഗുഹ പോലെ കാണുന്നത്, അത് കണ്ടോ നിങ്ങൾ? ഇത് കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കണം പോകേണ്ടത്, വേറെ വഴിയായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ സംഭവം അതുവഴിയല്ലായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ ആവുമെന്നുള്ളത്. വേറൊരു വഴി കൂടെ ആയിരുന്നു കേട്ടോ പോകേണ്ടുന്നത്. എന്തായാലും വഴി പെട്ടെന്ന് കണ്ടുപിടിച്ചത് കാര്യമായി, അല്ലെങ്കിൽ ഞാൻ ആ ഗുഹയ്ക്കകത്ത് കയറിപ്പോയേനെ. മാപ്പ് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നെറ്റ്വർക്ക് ഇല്ലായിരുന്നു ആ സമയത്ത്, റേഞ്ച് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. സാധാരണ ട്രാക്കിന്റെ മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം അതൊട്ട് ചെയ്തതുമില്ല. നീല കളറില് മുത്ത് പോലെ എടുക്കുന്നുണ്ടോ? ബ്ലൂബെറി ആണോ ഇത്? നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൻ്റെ അടുത്തെത്തി. ശരിക്കും പറഞ്ഞാൽ ആ മലയിൽ നിന്ന് ഈ മലയിലോട്ട് എത്തണം, അതിനാണ് ഞങ്ങൾ ഇങ്ങനെ ചുറ്റിയത്. ഞങ്ങൾ ഒരാളെ കണ്ടു കേട്ടോ. അയാൾ ബറോറയിൽ നിന്ന് മൗണ്ട് കുറുങ്കായിലോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ ചോദിച്ചു ഇനി എത്ര ദൂരം ഉണ്ടെന്ന്. അപ്പം അയാൾക്ക് 1 മണിക്കൂർ 20 മിനിറ്റ് എടുത്തു എന്ന് പറഞ്ഞു. അതായത് ഞങ്ങളുടെ സ്ഥലത്ത് എത്തുന്നത് വരെ, അതായത് ഇപ്പം നിൽക്കുന്ന സ്ഥലം വരെ. പക്ഷെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം എടുക്കും. പിന്നെ പക്ഷെ കയറുന്ന വഴി ഭയങ്കര സ്റ്റീപ്പാണെന്നാണ് പറയുന്നത്. എനിക്ക് ഓർക്കുമ്പോൾ ടെൻഷൻ അടിച്ചിട്ട് കേട്ടോ. അയ്യോ ഞാൻ ടയേർഡായി. അതിലൂടെ എൻ്റെ പുതിയ ഷൂവിൻ്റെ അവസ്ഥ ഉണ്ടോ? അയ്യോ. ഇവിടെ ഊഞ്ഞാല് പോലത്തെ വള്ളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ കയറിയിരുന്ന് ആടാനൊക്കെ നോക്കി, പക്ഷെ ആടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇത് കണ്ടപ്പോൾ പാമ്പാന്നേ വിചാരിച്ചേ, പക്ഷെ ഇതെന്തോ ഒരു കായാണ്. ഇനി ഒരു 3 കിലോമീറ്റർ എന്തോ ഉള്ളേ. പക്ഷെ ഞങ്ങൾക്കിപ്പം എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതിയെന്നേ. അത് 1 മണിക്കൂറായിട്ട് 3 കിലോമീറ്റർ എന്നാ കാണിക്കുന്നത്. അതല്ല, സെയിം കാര്യം തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാറാപ്പുഴ പാറാപ്പുഴ, ഇത് കയറ്റം ഇറക്കും. അങ്ങനെ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് കുറേ ആയപ്പോൾ മടുക്കുന്നു. ഒരു 4-5 മണിക്കൂർ കൊണ്ട് ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ആണല്ലേ? അപ്പോൾ ഇനിയുണ്ട് 3 കിലോമീറ്റർ. ഓ വാവ്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുവാണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പോലെ, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? നല്ല എക്സ്പീരിയൻസ് ആണ്. അതല്ലാണ്ട് ബ്ലൂ മൗണ്ടെയ്ൻസ് ആണ് കുറച്ചുകൂടെ കാണാൻ ഭംഗി. പക്ഷെ ഒരു റിയൽ ട്രക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത് ചെയ്തപ്പോഴാണ് കേട്ടോ കിട്ടിയത്. കുറച്ചുകൂടെ റിസ്കിയാണ് ബുഷ് വാക്ക്. അതെ,
ഇപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു 3-4 മല കവർ ചെയ്തിട്ടുണ്ടാവണം. കാരണം ഇത് തന്നെ ആ മലയിൽ നിന്ന് തുടങ്ങിയതാ. അത് കറങ്ങി 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 ഇപ്പോൾ ഇവിടം വരെ എത്തി. അയ്യോ, ഞങ്ങളിതേ ഇവിടെ ഇങ്ങനെ വന്ന് റെസ്റ്റ് ചെയ്യാണ്. ഞങ്ങൾ അതിൻ്റെ അങ്ങേ അപ്പുറത്തുള്ളൊരു മലയിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഈ മല വന്നു, പിന്നെ അവിടെ ഒരു മലയുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന മല. ഇനി എനിക്ക് അങ്ങോട്ടൊക്കെ മലയുണ്ട്, അതൊക്കെ കവർ ചെയ്യണമെന്നാണ് എനിക്കിപ്പോൾ അറിയേണ്ടുന്നത്. കുറേ നേരമായിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ചേട്ടൻ എന്ത് തോന്നുന്നു? ഇതെന്തുവായിരുന്നായിരിക്കും? പൊട്ടിപ്പൊളിഞ്ഞൊരു കെട്ടിടം. എന്തു പറ്റി? കൂടിയോ? നമ്മളിങ്ങനെ കുറെ നേരം കൊണ്ട് ഇതിനകത്ത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരുപാട് സമയം കൊണ്ട് ഞങ്ങള് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഇതുവഴിയാണോ? അങ്ങനെ ഫൈനലി ഞങ്ങൾ ബറൗറയിലൊക്കെ ഉള്ള ആ സ്റ്റീപ്പ് വഴിയിൽ എത്തി. ഇതാണ് കേട്ടോ, കുറേ ഉണ്ട് കയറാൻ. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ കണ്ട അത്രയും വലിയ റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ എന്ത് ചെറുതായിട്ടാണ് അത്രയും വലിയ റിവർ ആവുന്നതെന്ന്. മുകളിലോട്ട് കയറുന്നത് ആസ് യൂഷ്വൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും അങ്ങ് മുകളിലെത്തിയാൽ മതി എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷനിൽ ഞാൻ അങ്ങ് വെച്ച് പിടിച്ച് നടന്നു കേട്ടോ, അധികം റെസ്റ്റ് ഒന്നും എടുക്കാതെ. വഴിയിൽ നിന്ന് ഒരു കമ്പൂട് എടുത്തിട്ടുണ്ടായിരുന്നേ, കാരണം കമ്പിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിടിച്ച് കയറി പോകാമേ. അങ്ങനെ ട്രാക്ക് കംപ്ലീറ്റ് ആവാറായി. ആ ഒരു സന്തോഷമാണ് കേട്ടോ എൻ്റെ മുഖത്ത് കാണുന്നത്. ഫൈനലി ഞങ്ങൾ ട്രാക്കിൽ എത്തി. അയ്യോ, എത്ര മണിക്കൂറായിരുന്നു അറിയോ നമ്മൾ കാട്ടിനുള്ളിൽ. എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്കൂർ കാട്ടിൽ തന്നെ ആയിരുന്നു. 12 മണി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അവിടുന്ന് മൗണ്ട് കുറിങ്കായി സ്റ്റേഷനിൽ നിന്ന്. ഇപ്പോൾ ബറൗറ ട്രാക്ക് എത്തി. അയ്യോ, ഭയങ്കര സ്റ്റീപ്പായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴി ആദ്യം ഞാൻ വിചാരിച്ച അത്രയൊന്നും സ്റ്റീപ്പായിരിക്കില്ല. പിന്നെ അത് കയറി വന്നു കേട്ടോ. ആൻഡ് ഈ 10 കിലോമീറ്റർ ട്രാക്കിൽ ഞങ്ങൾ ആകെ കണ്ടത് ഒരു 5 പേര്, 4 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടത്. ഞാൻ എൻ്റെ കൂടെ ഈ വടി ഉണ്ടായിരുന്നു, വേറൊരു വടി ഉണ്ടായിരുന്നു കേട്ടോ, അത് ഒടിഞ്ഞു പോയി. ഇത് എൻ്റെ കൂടെ ഹെൽപ്പിന് ഒരു സപ്പോർട്ടിനുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിവിടെ ഈ കാട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയാണ്. വേറെ ആർക്കും ഈ സപ്പോർട്ട് ആവുന്നെങ്കിൽ ആവട്ടെ. അപ്പോൾ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവുക, ട്രെയിൻ കയറുക, തിരിച്ച് വീട്ടിൽ പോവുക. പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് കണ്ടപ്പം എനിക്ക് ഒരു മരുഭൂമിയിലുള്ള ഒരാൾക്ക് ഈ വെള്ളമൊക്കെ കാണത്തില്ലേ, ആ ഒരു സന്തോഷമാണ് കേട്ടോ എനിക്കിപ്പോൾ കിട്ടുന്നത്. എക്സ്പീരിയൻസ് വാസ് നൈസ്, പക്ഷെ കുറച്ച് കൂടിപ്പോയോ എന്നെനിക്കൊരു. എന്തൊക്കെ പറഞ്ഞാലും തിരിച്ചു പോകുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നേ. കാരണം ഇത് പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ 9 കിലോമീറ്റർ പോയിട്ട് ഒരു 2 കിലോമീറ്റർ പോലും എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. തിരിച്ചു പോകേണ്ട കുറേ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ തിരിച്ചു പോയില്ല. അപ്പോൾ അത്രയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടിൽ ദെൻ ടാറ്റാ.